തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്തേക്ക് നമുക്കൊന്ന് പോകാം. ഗുഡ് ഈവനിങ് അശ്വിൻ ഡിയാഗോ. ഇനി പുതിയ വർഷത്തിലെ ഞാൻ ഗുഡ് ഈവനിങ് പറയുകയുള്ളൂ. അശ്വിൻ, ശംഖുമുഖത്തേക്കൊക്കെ ആളുകൾ വന്നു തുടങ്ങിയോ? സുജിയ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ശംഖുമുഖത്തൊക്കെ ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഒരു ചാർജിലേക്ക്, ആ ഒരു ന്യൂ ഇയർ വൈബിലേക്ക് ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. 6 മണിയോടുകൂടി എല്ലാവരും ആ ഒരു ഉഷാറോടുകൂടി തന്നെ ഇവിടെ എത്തും. ശംഖുമുഖത്ത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ആളുകളൊക്കെ പതുക്കെ അവരുടെ വെയിലൊക്കെ ആറിയതോടുകൂടി ആളുകളൊക്കെ എത്തി തുടങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു മോൻ ന്യൂ ഇയറിന് ക്രിസ്മസ് പപ്പിക്ക് വേണ്ടിയിട്ട് ബുർജ് ഖലീഫയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോനാണ് ഇത് ഉണ്ടാക്കിയേ? എങ്ങനെ ഉണ്ടാക്കിയേ? പേരെന്താ? എവിടെന്നാ വരുന്നേ? ഇതെന്താ ഇത്? ആർക്ക് വേണ്ടിട്ടാ ഉണ്ടാക്കിയേ? ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? ക്രിസ്മസ് പപ്പയ്ക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണോ? ചേട്ടാ, നിങ്ങൾ എവിടെന്നാ വരുന്നേ? ഞങ്ങള് കഴക്കൂട്ടം SFS. എന്താ ന്യൂ ഇയർ ഒക്കെ ഇല്ലേ? എന്താ പരിപാടി? അതെ, ന്യൂ ഇയർ ആയിട്ട് മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അപ്പൊ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അമ്മ ഇന്നും വർക്കിംഗ് ആണ്, അതുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. മോനൊരു ആശ്വാസം. അതെ, തീർച്ചയായിട്ടും. എല്ലാവർക്കും 2025 ഒരു പുതുവർഷമാണ്. പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാവും, പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവും. എല്ലാവർക്കും നല്ല നന്മ നേരുന്നു ഈ ഒരു അവസരത്തില്. അച്ഛനും മോനും നമ്മുടെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേക്കോ? കുടുംബങ്ങളൊക്കെ എത്തുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ന്യൂ ഇയർക്ക്? എന്തായി? ആ വൈബ് വരുന്നേ ഉള്ളൂ. വൈബിലേക്ക് വന്നോണ്ടിരിക്കുക. ന്യൂ ഇയർ വൈബിലേക്ക് എത്തിയില്ലേ? അതെ, വന്നോണ്ടിരിക്കുക. നമ്മളിപ്പോ ഞാനൊക്കെ വേറെ സ്ഥലത്ത് പഠിക്കുക. അപ്പൊ ഇവിടെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവരോടൊക്കെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് വന്നതാ. കടപ്പുറത്ത് നിന്ന് ന്യൂ ഇയർക്ക് അടിച്ചു പൊളിച്ച് തിരിച്ചു പോകും. ഞാൻ ഡൽഹിയിലെ തണുപ്പൊക്കെ കൊണ്ട് ഇവിടുത്തെ ചൂടുള്ള ഇപ്പൊ ഇവിടെ വന്നു. വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് ഇവനെന്താ വീട്ടിലെ പരിപാടി? വൈകിട്ടൊന്നുമില്ല. പ്ലാനിങ്ങാ. അപ്പൊ അവിടെ പുതുവർഷം ആഘോഷിക്കാനുള്ള പ്ലാനിംഗ് ആണ് നടക്കുന്നത്. അശ്വിനിലേക്ക് നമുക്ക് വീണ്ടും എത്താം. അശ്വിൻ അവിടെ ഒന്ന് വൈബായി വരട്ടെ. ശംഖുമുഖം കടപ്പുറത്ത് നിന്നാണ് അശ്വിൻ നമുക്കൊപ്പം ചേർന്നത്.